എടാ ദിനേശ, ദിനേശ, ദിനേശ ഇങ്ങോട്ട് ഇറങ്ങി വേണോ? കള്ളനെ പോലെ അകത്ത് കയറി ഇരിക്കുക. ഇറങ്ങി വേണം. ആ നീയായിരുന്ന 5-6 മാസമല്ല ഇവിടുന്ന് കെട്ടും കിടക്കേട്ടി പോയിട്ട് എന്തിനാ ഇപ്പൊ കെട്ടിയിരിക്കും ഇങ്ങോട്ട് വന്നത്? ആഹാ, അങ്ങനെ കെട്ടിക്കയറി വന്നോളൊന്നുമല്ല ഞാൻ. അന്തസ്സായിട്ട് 4 ആൾ അറിഞ്ഞ് കെട്ടിച്ചു വിട്ടതാ എന്നെ. അന്തസ് 4 ആൾ അറിഞ്ഞ് ആരാടി ഈ 4 ആള്? നിന്റെ അച്ഛനും അമ്മയും ആങ്ങളെ അമ്മാവനും. ഈ 4 ആൾ അറിഞ്ഞ് എന്നെ തെങ്ങെ പിടിച്ച് കെട്ടിട്ട് നിന്നെ കൈ കെട്ടി തന്നതല്ലേ? അതാണ് ഈ 4 ആൾ അറിഞ്ഞ നിന്റെ അന്തസ്. മതില് ചാടുമ്പോ അത് ഓർക്കണമായിരുന്നു. ചാടാൻ വിളിക്കുമ്പോ ഓർക്കണമായിരുന്നു. നീ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ആത്മാവിന്റെ ബലം കൊണ്ട്. എന്തിനാ നിന്റെ ആത്മാവിന്റെ ബലം കൊണ്ട് ഇങ്ങോട്ടൊന്ന് നശിപ്പിക്കാനായിട്ട്? എന്റെ മനുഷ്യ, ഞാൻ ഇന്ന് നിങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നതാ. എനിക്കിന്ന് 2-ൽ 1 അറിയണം. 2-ൽ 1 പറയുമ്പോ അര, 4-ൽ 1 കാല്, 4-ൽ 3 മുക്കാല്. കണക്ക് പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോണം. ആ കണക്ക് ചോദിക്കാനാണ് ഞാൻ വന്നത്. എനിക്കിന്ന് ഷെയർ കിട്ടണം. ദൈവം അതുമൊക്കെ തുടങ്ങിയത്. ഒരു 10-300 രൂപ വേണം മാക്സിമം. ബാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കും. വെള്ളം അടിക്കുന്ന കാര്യമാണോ? പിന്നെ ടച്ചിങ് കൂടെ ഞാൻ മേടിക്കണം. എന്റെ മനുഷ്യ, നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ പകുതി എനിക്ക് വേണം. ഞാൻ ഇന്നുണ്ടാക്കിയതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അടുക്കളയിലിപ്പുണ്ട്. ചെല്ലും ചക്ക പുഴുങ്ങിയതുണ്ട്, ചക്കത്തുറം വെച്ചിട്ടുണ്ട്, ചക്കക്കുരു മെഴുക്കൂരി വെച്ചിട്ടുണ്ട്, ചക്കക്കുരു മാങ്ങായും ചെമ്മീനും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്, ചക്കക്കുരു ചുട്ടതുണ്ട്. ചെല്ലു കഴിച്ചോ. അതെല്ലാം കഴിച്ചിട്ട് ഇവിടെ വിസ്ഫോടനം ഉണ്ടാക്കാൻ വന്നവളല്ല ഞാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് എന്റെ ഷെയർ കിട്ടിയേ പറ്റൂ. നീ എന്തിനാണ് എന്നെ വിട്ട് പോയത്? അവള് ഷെയർ ചോദിക്കാൻ വന്നിരിക്കും. ഒരു കാര്യമില്ല, തന്നെ വഴക്കിട്ട് പോയത്. ഓസ്കാർ കിട്ടും. വലിച്ചങ്ങ് കേറ്റ്. ഈ വലി കാരണോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, നിങ്ങൾക്ക് അറിയാവോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ 9 വർഷമായിട്ട് വലി നിർത്തിയിട്ട് മനസ്സിലായോ? സിഗരറ്റ് വലിയുടെ കാര്യമല്ല പറഞ്ഞേ, നിങ്ങളുടെ കൂർക്കം വലി. എന്റെ ദൈവമേ, എന്നെ ബോട്ടെ കയറ്റി കൊണ്ടുപോകുന്നുള്ള കൂർക്കം വലി, അത് കാരണോ ഞാൻ പോയത്. അല്ല, കൂർക്കം വലി അത്ര വലിയൊരു വിഷയമാക്കി എടുക്കരുത്. അത് വിഷയമാക്കി എടുക്കരുത്. നിങ്ങളുടെ കൂർക്കമ്പലി നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും, പക്ഷെ ഇവിടുത്തെ രതീഷും രമേശും ഒക്കെ ഈ സ്ഥലം വിട്ട് പോയത് നിങ്ങളുടെ കൂർക്കമ്പലി കാരണം, അറിയാവോ? എടി, അവര് സ്ഥലം മാറി പോണെങ്കിൽ അങ്ങ് പോട്ടെ. നിനക്ക് അങ്ങനെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ ഒരല്പം മാറിക്കിടക്കണമായിരുന്നു. അപ്പൊ തീരുമല്ലോ. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഒരു ഭർത്താവ് പറഞ്ഞ മാറിക്കിടക്കണമെന്ന്. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? മാറിക്കിടക്കാനാ. ഞാനെന്റെ വീട്ടിൽ പോയി കിടക്കും. 6 മാസമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ, അറിയാവോ? നീ കാണിച്ചത് കാണിച്ച തെറ്റായിപ്പോഴേ. കൂർക്കമ്പലി ഞാൻ അങ്ങ് സഹിക്കും, പക്ഷെ നിങ്ങളുടെ അമ്മ ആ ഒരു അമ്മനെ കുറ്റം പറയും. അമ്മനെ കുറ്റം പറയും. എന്റെ അമ്മയെ കുറ്റം പറയും. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മ അമ്മനെ കുറ്റം പറയും. അമ്മ എന്ന് പറയുന്നത് ആരാന്ന് നിനക്കറിയാമോ? അമ്മ എന്ന് പറയുന്നത് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഡാൻസ് ടീച്ചറാണ്. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു നൃത്താധ്യാപികയാണ് ആ അമ്മ. ഡാൻസ് കളിച്ചിട്ടാണ്ട് ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കണം, അറിയാമോ? നിങ്ങളുടെ അമ്മയുടെ ഡാൻസ് ഈ സോഡിയം കുറഞ്ഞിട്ട് കാല് വേച്ച് വേച്ച് പോകും. അതിന്റെ ഡാൻസ് എന്ന് പറയുമോ? നിങ്ങളുടെ അമ്മയുടെ കുറെ ഡാൻസ്, നിങ്ങളുടെ അമ്മയുടെ കൂടുതൽ അമ്മ നീചയാണ്, വഞ്ചകയാണ്. അതെല്ലാം ഓക്കെയാണ്, പക്ഷെ അമ്മയെ കുറ്റം പറയും. നിങ്ങളുടെ അമ്മ കൊള്ളത്തില്ല, നിങ്ങളുടെ അമ്മ കൊള്ളത്തില്ല, നിങ്ങളുടെ അമ്മ കൊള്ളത്തില്ല. ഓക്കെ, സമ്മതിച്ച്. അമ്മനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ ഷെയർ മേടിച്ചോണ്ട് നീ ഇപ്പൊ എവിടെ പോണു? ഒരു 10-100 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള നല്ലൊരു വസ്തു ഞാനങ്ങ് മേടിക്കും. വയറ്റിലെ ഹബ്ബ് നോക്കിയാലോ? വെയിറ്റില്ലാത്ത കപ്പ് എനിക്കെന്തിനാ? വെയിറ്റ് ഇല്ലാത്ത കപ്പല്ല, വയറ്റിലെ ഹബ്ബ്. അവിടെ ഒരു 15 പേർക്ക് ഇരിക്കാൻ പറ്റും. വയറ്റിലെ ഹബ്ബ് നിങ്ങളുടെ അമ്മായിയപ്പം മേടിച്ചിട്ടേക്കുന്നു. എന്റെ അമ്മായിയപ്പനെ പറയുമ്പോ നിന്റെ അച്ഛനാണ്. സ്വന്തമായിട്ട് തന്തക്ക് വിളിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണിക്കും. അല്ലല്ല, ഞാൻ എന്റെ അമ്മായിയപ്പനെ ഉദ്ദേശിച്ചത്. എന്നെ തന്തക്ക് വിളിച്ച് എന്തിനാ ഇപ്പൊ ഈ സ്ഥലവും ഇതൊക്കെ മേടിച്ച് നീ എന്തുണ്ടാക്കാൻ പോണു? ഞാൻ അവിടെ നല്ല ഒന്നാന്തരം ഒരു വീട്ടിലൂടെ തുടങ്ങും. അപ്പൊ നീ ഇത്ര നാൾ ഹോട്ടലിലായിരുന്നു ഊണ് കഴിച്ചത്? അതല്ല മനുഷ്യ, പെണ്ണുങ്ങൾ തുടങ്ങുന്ന എല്ലാ ഹോട്ടലിനും വീട്ടിലൂടെ പേരിടുന്നത്. ഹോട്ടലൊക്കെ തുടങ്ങുമ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും വെച്ചു കൊടുക്കണം. അല്ല ചുമ്മാ ഹോട്ടലിൽ തുടങ്ങിയിട്ട് കാര്യമില്ല, മനസ്സിലായി? എനിക്കൊന്നും വെക്കാൻ അറിയത്തില്ലല്ലോ. പിന്നെ നിന്റെ കേമൊക്കെ വലിയ സംഭവമല്ലേ ഇത്? നീ ഒരു അച്ചാർ വെച്ചിട്ട് നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തല്ല, 3 ദിവസം വയറിളക്കം പിടിച്ച് ആശുപത്രി കിടന്നാ. അതിപ്പോ അവൾ എന്നോട് ഇച്ചിരി അച്ചാർ ചോദിച്ചപ്പോ ഞാൻ അന്നേരം പറഞ്ഞു, എടി കൊച്ചി ഇത് പൂത്തച്ചാറാന്ന്. അപ്പൊ അവള് വിചാരിച്ച് ഈ നാരങ്ങാച്ചാർ, മാങ്ങാച്ചാർ അതുപോലുള്ള ഏതോ അച്ചാറാണ് ഈ പൂത്തച്ചാറെന്ന്. അവളത് മേടിച്ചോണ്ട് പോയി. ഇനിയിപ്പൊ എന്റെ പേരിൽ എന്തോ കുറ്റം അതിന്? വിടറി നീ ഒന്നും ഉണ്ടാക്കിയാലും ശരിയാവൂല. അത് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഒരു ചട്ടി മീൻകറി വെച്ചാൽ അത് ഒരാഴ്ച അത് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുള്ളൂ. വായിക്ക് രുചിയായിട്ട് കൂട്ടാൻ കൊള്ളാത്ത സാധനം അവിടെ ഇരിക്കും. ഒരാഴ്ചയിൽ 1 വർഷം ഇരിക്കും. പൂച്ച പോലും നോക്കൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞു. എന്നെ അങ്ങ് താഴ്ത്തി കെട്ടുവാന്നല്ലോ. ഞാൻ എന്നെ ജീവിക്കത്തില്ല, ഞാൻ ജീവിക്കത്തില്ല, ഞാൻ ജീവിക്കത്തില്ല, ഞാൻ ജീവിക്കത്തില്ല, ഞാൻ ജീവിക്കത്തില്ല. വെറുതെ ഇടിച്ചു താത്തി കളയാതെ. സുപ്രീം കോടതി ഒന്നും ഉത്തരവൊന്നുമില്ലല്ലോ. ഇത് മരട് ഫ്ലാറ്റ് അല്ല, ഇടിച്ച് പരത്തി കളയല്ലേ. എന്തായി കാണിക്കണത്? എന്റെ അല്ലേ, എന്റെ ശരീരമല്ലേ. ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും. ഞാൻ ഇടിക്കും, ഇടിക്കും, ഞാൻ ഇടിക്കും, ഞാൻ ഇടിക്കും. ഞാൻ നമ്മളില്ലേ ദിനേശാ, ഇവിടെ ചാരി വെച്ചിരുന്ന ഏണി എന്തേടാ? എന്റെ അമ്മ എന്നോട് മിണ്ടാൻ നിൽക്കരുത്, കേട്ടല്ലോ? മാറും മാറും. ദിനേശ,
നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാ? അവിടെ ചാരി വെച്ചിരുന്ന ഏണി എന്താടാ? ആ ടെറസിന്റെ മേളിൽ കിടക്കുന്ന കരികിലേക്ക് അടിച്ചു കൂത്ത് കളയണ്ടേ? ആ 5-6 മാസമായിട്ട് ആ ഏണി ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്ന് കയറി വന്നിട്ടുണ്ട്. എന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചേ? എന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചേ? എന്നെയല്ലേ? ഇന്ന് തന്നെ അടി. അയ്യോ എന്റെ കൊച്ചു വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ല. അയ്യോ എന്തിനാണ് മോളെ ഇവിടുന്ന് 6 മാസത്തിന് മുമ്പ് വീട്ടിലേക്ക് പോയത്? അവിടെ പട്ടിണിയായിരുന്ന ദിനേശ. വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനമൊക്കെ അടിച്ച് പുറത്തിറക്കിയിട്ട് ചാണം വെള്ളം തളിക്കണം. എന്നെയല്ലേ ഉദ്ദേശിച്ചേ? എന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കണ്ട നിങ്ങളുടെ അമ്മ പറഞ്ഞേട്ടോ എന്നെ അടിച്ചിറക്കിയിട്ട് ചാണം വെള്ളം കുടയണത്. അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള വഴക്കാണെങ്കിൽ എന്നോട് ഉത്തരവാദപ്പെട്ടൊരു കാര്യമില്ല. ഇവര് വന്ന് കയറി അന്ന് മുതൽ പറയുന്നത് എനിക്ക് ചൊവ്വാദോഷക്കാരിയാണ് ജാതക ദോഷക്കാരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഞാൻ പറഞ്ഞ ചൊവ്വാദോഷക്കാരി കെട്ടണ്ടെന്ന് നീ കേട്ടാ? നീ ഈ പ്രേമിച്ചെടുക്കുമ്പോ ചൊവ്വാ ദോഷമോ അങ്ങനെ വല്ലതും ഉണ്ടോ? അന്ന് ഞായറാഴ്ചയായിരുന്നു സത്യത്തിൽ എനിക്ക് ദോഷം. ഞായറാഴ്ച എന്താ? അന്ന് നമുക്ക് സ്കൂൾ അവധിയാണല്ലോ, കാണാൻ പറ്റൂലല്ലോ. ചൊവ്വാദോഷം എന്ന് പറയുന്നത്. പക്ഷേ ഈ വീട്ടിൽ കയറി അന്ന് മുതൽ എല്ലാ ദിവസവും എനിക്ക് ദോഷം. തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും എല്ലാം ദോഷം. കാരണം ഇവരാണ് എന്റെ ഏറ്റവും വലിയ ദോഷം. അമ്മേനെ കുറ്റം പറഞ്ഞ അമ്മ ഒരു ഡാൻസ് കാണിച്ചു മറക്കരുത് കേട്ടോ. അവള് പറഞ്ഞു കേട്ടോടാ എന്നെ കാണണ്ടെന്ന്. ആ പോട്ടെ പോട്ടെ. ഞാൻ മിണ്ടില്ല കേട്ടോ, ഞാൻ പോവാട്ടോ, നിൽക്കുന്നില്ല കേട്ടോ.